നമ്മളോട് പലരും ചോദിച്ചിട്ടുള്ളൊരു കാര്യം കേട്ടോ, നിങ്ങളുടെ യാത്രയിലെ എക്സ്പെൻസ് കാര്യങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ മാനേജ് ചെയ്യുന്നത്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് നിസ്സാര പൈസയായിട്ട് ഇറങ്ങിയിട്ടാ എൻ്റെ ചെറിയ ചെറിയ സേവിങ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് വെച്ചാണ് നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്തത്. അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ നമ്മുടെ ഫണ്ട് കാര്യങ്ങളെല്ലാം തീർന്ന് ഏകദേശം 100 രൂപ മാത്രമേ ബാലൻസ് ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ പെട്ടിരിക്കുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ വന്ന് നമ്മളെ സഹായിച്ചേട്ടാ. അപ്രതീക്ഷിതമായി വന്ന ആൾക്കാരാണ്, അതും അപരിചിതരാണ്. അങ്ങനെ അവർ നമ്മളെ ഒരുപാട് സഹായിച്ച്. അതുപോലെ തന്നെ പലയിടത്തും നമ്മൾ വർക്കിന് കയറി അങ്ങനെ ചെറിയ ചെറിയ ഫണ്ടൊക്കെ ഉണ്ടാക്കിയിട്ടാണ് നമ്മുടെ യാത്ര വീണ്ടും തുടർന്നത്. അത് കഴിഞ്ഞ് ലാസ്റ്റ് ഇവിടെ മെച്ചൂക്ക എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് കേട്ടോ. അവിടെ നിന്ന് ഏകദേശം ഒരു 200 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ മണികോങ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ പോയപ്പോൾ ഒരു ലോഡും വണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അവിടെയാണ് നമ്മൾ വർക്കിന് ചെയ്യുന്നത് കേട്ടോ. 2 ട്രക്കിൽ ലോഡ് ഇറക്കി. അതായത് ടൈൽസാണ്, നിലത്ത് വിരിക്കുന്ന ടൈൽസാണ്, കട്ടകളില്ലേ ആ കട്ടകളാണ്. അത് ഏകദേശം 2000 സംതിങ് ഉണ്ടായിരുന്നു. ഒരു വണ്ടിയിൽ ഇറക്കിയപ്പോൾ 1000 രൂപ കിട്ടി. 2 വണ്ടി ഇറക്കിയപ്പോൾ ഏകദേശം 2000 രൂപ കിട്ടി കേട്ടോ. ആ ഒരു 2000 രൂപ വെച്ചാണ് നമ്മുടെ മുന്നോട്ടുള്ള യാത്ര. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും വർക്ക് കാര്യങ്ങളൊക്കെ നോക്കി അങ്ങനെ യാത്ര ചെയ്യലാന്ന് വെച്ച്. കാരണം ഇതെൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമാണ്. അത് എനിക്ക് പകുതി വെച്ച് ഇരുന്നിട്ട് നാട്ടിലേക്ക് പോകാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പറ്റാത്തൊരവസ്ഥ കൊണ്ടാണ്. കാരണം ഇതെങ്ങനെയെങ്കിലും കംപ്ലീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഒരിതുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ്